വാർത്തകൾ തുടരുന്നു. ദേശീയ ഗെയിംസ് നടക്കുന്ന സ്റ്റേഡിയങ്ങളുടെ ഒരുക്കങ്ങൾ പരിശോധിക്കാൻ എംഎൽഎമാരുടെ സംഘം തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തി. എംഎൽഎമാരായ അൻവർ സാദത്ത്, ജോസഫ് വാഴക്കൽ, VT ബൽറാം എന്നിവരുടെ സംഘമാണ് എത്തിയത്. നാഷണൽ ഗെയിംസ് അതോറിറ്റിയാണ് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പൂർത്തീകരണത്തിന് വേണ്ട ചിലവ് വഹിക്കുന്നതെന്ന് MLA പറഞ്ഞു. TSGA സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ട പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശേഖരിച്ച് നിയമസഭയിൽ വെച്ച് പരിഗണിക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളുമെന്ന് MLA ജോസഫ് വാഴക്കൻ പറഞ്ഞു. TSGA ഭാരവാഹികൾ സംഘത്തെ സ്വീകരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, VR വിജയൻ, മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന ഒരുക്കങ്ങൾ പരിശോധിക്കാൻ സമിതിയുടെ തീരുമാനമനുസരിച്ചാണ് ഞങ്ങൾ ഈ യാത്രയുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ദേശീയ ഗെയിംസിനെ സംബന്ധിച്ച് വരുന്ന ഫെബ്രുവരി മാസത്തിൽ നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് ഇത് ഡേറ്റ് പ്രഖ്യാപിക്കേണ്ടത്. ഒളിമ്പിക് അസോസിയേഷനും ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷനും തമ്മിൽ നടക്കുന്ന ചില തർക്കങ്ങൾ മൂലം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യാത്തത്. എങ്കിലും അത് ഈ മാസം അതിൻ്റെ ഡേറ്റ് അനൗൺസ്മെൻറ്റ് ഉണ്ടായേക്കും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രകടനവും PC ജോർജിന്റെ കോലം കത്തിക്കലും നടന്നു. തൃപ്രയാർ SNDP സ്കൂൾ പരിസരത്ത് നിന്ന് പ്രകടനമായെത്തിയ പ്രവർത്തകർ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് ചുറ്റി സെന്ററിൽ വെച്ച് PC ജോർജിന്റെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനേഷ് പന്നിപ്പുലത്ത്, PM സിദ്ദിഖ്, സുമേഷ് പാനാട്ടിൽ, അനിൽ പുളിക്കൻ, VR വിജയൻ, PM ഇസ്മയിൽ, K ദിലീപ് കുമാർ, VD സന്ദീപ്, CS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പ്രായത്തെ തോൽപ്പിച്ച് അംബിക സൈക്കിളിൽ. പ്രായം 70 കഴിഞ്ഞെങ്കിലും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ സൈക്കിളിൽ ആനന്ദം കണ്ടെത്തുകയാണ് അംബിക. പെരിഞ്ഞനം കൊറ്റംകുളം മുരുകൻ ക്ഷേത്രത്തിന് സമീപം കാരയിൽ സുബ്രഹ്മണ്യന്റെ ഭാര്യയായ ഇവർ ജീവിത സായാഹ്നത്തിന്റെ വിരസതയകറ്റാൻ 50-ാം വയസ്സിലാണ് സൈക്കിൾ സവാരി പഠിച്ചത്. ബന്ധുക്കളുടെയും കൂട്ടുകാരികളുടെയും വീടുകളിൽ പോകാനും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും സൈക്കിൾ തന്നെ ഇവരുടെ തുണ. ആഴ്ചയിലൊരിക്കൽ ആറാട്ടുകടവ് ബീച്ചിൽ പോകുമ്പോഴും കൂട്ട് മറ്റാരുമല്ല. വീട്ടമ്മയായ അംബികയ്ക്ക് വ്യായാമവും ഹോബിയും സൈക്കിൾ സവാരി മാത്രം. ദാമ്പത്യ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ദമ്പതികൾക്ക് ആദരം. പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് പ്രവർത്തകരാണ് സംഗമം സംഘടിപ്പിച്ചത്. ചന്ദ്രാപിന്നി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം ഭാഗങ്ങളിൽ നിന്നായി 19 ജോഡി ദമ്പതികളാണ് സംഗമത്തിനെത്തിയത്. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ ഇവർക്ക് പൊന്നാടയണിയിച്ച് മംഗളപത്രങ്ങൾ കൈമാറി. ബാലചന്ദ്രൻ വടക്കേടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് KK ഗോപിനാഥൻ, EP ജനാർദ്ദനൻ, PK ജോൺസൺ, KK ബാബുരാജ്, P പവിത്രൻ എന്നിവർ സംസാരിച്ചു. വാർദ്ധക്യത്തിന് ഒരു ഗന്ധമുണ്ട്. ആ ഗന്ധമില്ലെങ്കിൽ നമ്മുടെ വീടിന് എന്താണ്, വീട് വീടായിരിക്കുമോ എന്ന് സംശയിക്കുന്ന കവിയുടെ വാക്യമാണ് ഞാൻ ഓർത്തുപോയത്. നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ നാട്ടുകാരനായ കുഞ്ഞുണ്ണി മാഷ്ടർ വാക്യമാണ് ഞാൻ പറഞ്ഞത് വാർദ്ധക്യത്തെക്കുറിച്ച്. വാർദ്ധക്യം ഏറ്റവും മനോഹരമായ ഒരു കാലമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കൗമാരത്തെക്കാളും യൗവനത്തെക്കാളും ഏറ്റവും മനോഹരമായ ഒരു വാർദ്ധക്യമാണ്. പക്ഷെ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് വാർദ്ധക്യമാണ് മോശം കാലം എന്നാണ്. ഈ വാർദ്ധക്യത്തിന്റെ സമ്പത്ത് ഒരു വലിയ പുരുഷായുസിന്റെ സമ്പത്താണ്. അറിവ് നേടുന്നതാണ് ഈ കൗമാരവും യൗവനവും ഒക്കെ. നേടിയ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ കാലമാണ് വാർദ്ധക്യം എന്ന് പറയുന്ന കാലം. പക്ഷെ നമ്മുടെ ആളുകൾ പലരും വാർദ്ധക്യത്തെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു വികാരം.
എനിക്കിപ്പോൾ തോന്നുന്നത് പ്രായമാകും തോറും ഞാൻ എന്തൊക്കെയോ ആർജിക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ പിറകെ വരുന്നൊരു തലമുറയ്ക്ക് ചിലത് കൊടുക്കാനുള്ള, ചിലത് നൽകാനുള്ള സമ്പത്ത് അത് ജ്ഞാനത്തിൻ്റെതാകാം, അനുഭവത്തിൻ്റെതാകാം, അത് ലോകവീക്ഷണത്തിൻ്റെതുമാകാം. അത്തരം സമ്പത്തുകൾ ഞാൻ ആർജിക്കുകയാണ്. തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിലെ പിരിച്ചുവിട്ട കളക്ഷൻ ഏജന്റുമാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് 3 പീടിക ബ്രാഞ്ചിനു മുന്നിൽ ബാങ്ക് ജീവനക്കാർ ധർണ നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളും നടന്നിട്ടുള്ള അതിന്റെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള പ്രദേശമാണ് നമ്മുടെ പ്രദേശം. നമ്മുടെ ജില്ലയിൽ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. എന്നാൽ ജില്ലാ സഹകരണ ബാങ്ക് പോലെയുള്ള ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്നും ഇത്രയും നിന്ദ്യമായ ഒരു നടപടി നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. ജില്ലാ സഹകരണ ബാങ്കിന്റെ ഫണ്ടിൽ നിന്ന് അവർക്ക് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും വരാതെ വ്യാപാരികൾക്ക് പ്രത്യേകിച്ചും വളരെയേറെ ഉപകാരപ്രദമായ രീതിയിൽ നടത്തപ്പെടുന്ന ഈ പദ്ധതിയിൽ ഏർപ്പെട്ട് ജോലി ചെയ്യുന്ന 65 ജീവനക്കാരെ പിരിച്ചുവിട്ടത് കൊണ്ട് ബാങ്കിന് എന്താണ് ലാഭം എന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല. ഇപ്പോൾ വ്യാപാരി സമൂഹം എടുത്തിട്ടുള്ള വായ്പ തിരിച്ചടവിൽ വലിയ തോതിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ഏരിയ സെക്രട്ടറി CM വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കളായ CT ജോൺ, PV മോഹനൻ, KM സുകുമാരൻ, VR സന്തോഷ്, MM മുകേഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക വയോജന ദിനം മേഖലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. വയോജന ദിനത്തിൽ വൃദ്ധയെ ആക്രമിച്ച് മാല കവർന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃപ്രയാറിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജിന്റെ കോലം കത്തിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.